തേങ്ങ ചേർത്ത് അരക്കാത്ത നല്ലൊരു നാടൻ തക്കാളി തീയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. വളരെ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ബിരിയാണി മുളകല്ല, വറ്റൽമുളകാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം. വളരെ കുറഞ്ഞ സമയം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്നങ്ങ് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ പാനിലോട്ടേക്ക് തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ടേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒത്തിരി ഒത്തിരി ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. വളരെ കുറഞ്ഞ സമയം വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഈ വഴറ്റിയെടുത്തത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മല്ലിയും വറ്റൽമുളകും ഉണ്ടല്ലോ, അതുകൂടി ഇതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ ഇതുപോലെ അരച്ചെടുത്ത ശേഷം ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടും നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചേർക്കാം. നെടുകെ കീറിയിടുന്നൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൊത്തി എരിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുമ്പോൾ തക്കാളി തീയലിന് ടേസ്റ്റ് ഒന്നുകൂടി കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു മിക്സ് കൂടി ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ചെറിയുള്ളിയാണ് വേണ്ടത്. ഏകദേശം ഒരു 10 എണ്ണത്തിനടുത്ത് എടുത്തിട്ടുണ്ട്. നല്ല ചെറിയുള്ളിയാണെങ്കിൽ മുറിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒത്തിരി ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റ് ആകുന്ന ആ ഒരു പാകത്തിന് നമ്മളൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചാൽ മതി. അതിനുശേഷം ആവശ്യാനുസരണം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ അല്ലാതെ തന്നെ പച്ചമുളകും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി അങ്ങ് എരിവായി പോകും. അപ്പോൾ എരിവ് നിങ്ങൾ എപ്പോഴും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊരു അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഈ ഒരു കറി. അപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മിക്സില്ലേ, വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ചെറിയുള്ളിയായിട്ട് നല്ലതുപോലെ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിനെ ഒന്ന് മുപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിനകത്തോട്ടേക്ക് അതേ മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് വരണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞാലാണ് പിന്നീട് നമ്മൾ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ ആദ്യമേ തന്നെ തക്കാളി ചേർക്കാത്ത ഇതൊന്ന് വെന്ത് കുഴയുന്ന ഒരു രീതിയിൽ നമുക്ക് വേണ്ടാന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കറി ഒന്ന് തിളച്ചതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും ഈ ഒരു കറിയിൽ നല്ലത്. കാരണം നമ്മൾ പുളിയും തക്കാളിയും എല്ലാം ചേർക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതുപോലെ തക്കാളി ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ 2 തക്കാളിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പുളിക്കനുസരിച്ചിട്ട് വേണം കേട്ടോ. രണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തിട്ട്, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് പുളിയായി പോകും. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീയലാകുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് കുറച്ച് കുറുകിയിരിക്കുമ്പോഴായിരിക്കും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. തീയലാകുമ്പോൾ ഒരിത്തിരി മധുരം, നല്ല പുളിയൊക്കെ ഉള്ള കറിയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത്യാവശ്യം നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടാകുമ്പോൾ മധുരം ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ടേക്ക് താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് വളരെ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ താളിച്ചത് നമ്മുടെ കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ വറുത്തരച്ചിട്ടൊക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ലൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.